യു.പിയിലെ നവവധുവായിട്ടുള്ള സോനം എന്ന യുവതി ഹണിമൂൺ ട്രിപ്പിനിടെ കല്യാണത്തിന്റെ 12ാമത്തെ ദിവസം ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കുന്നു. യു.പി പോലീസ് ഇതിന് പറയുന്ന കാരണം ഈ യുവതിക്ക് മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി കൊന്നതെന്നാണ്. അങ്ങനെ മറ്റൊരു യുവാവുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കല്യാണത്തിന് മുൻപ് അയാളുടെ കൂടെ പോയി താമസിക്കാമായിരുന്നു. ഒരു പക്ഷേ ഇവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതായിരിക്കാം. ഇനി കല്യാണം കഴിച്ച ശേഷമെങ്കിലും ഈ സ്ത്രീക്ക് അയാളുടെ കൂടെ പോവാമായിരുന്നു, ആരും തടയില്ലായിരുന്നു അല്ലേ. പക്ഷേ ഇവര് കൊട്ടേഷൻ കൊടുത്തിട്ട് ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. എന്തൊരു ക്രൂരമായിട്ടുള്ള സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കൂ. നിരപരാധിയായിട്ടുള്ള യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇവൾക്ക് ആരുടെയെങ്കിലും കൂടെ പോണെങ്കിൽ പോയാൽ പോരായിരുന്നില്ലേ? എന്തിനാ യുവാവിനെ കൊലപ്പെടുത്തി? കൊലപാതകം എന്നത് എന്നൊരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ്. അത് ആണായാലും പെണ്ണായാലും തങ്ങൾക്കെതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിഷ്കരണം കൊല്ലുക എന്നുള്ളത് ഇപ്പോൾ ആളുകളുടെ ഒരു ഹരമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കൊലപാതകം എന്നത് കോഴിയെ ആടിനെ മാടിനെയൊക്കെ കൊല്ലുന്ന പോലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ സ്ത്രീകളെ ഇതിൽ നിന്ന് കുറേയൊക്കെ വിട്ടുനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും മുൻപന്തിയിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്.